ഹലോ, എല്ലാവർക്കും സഫാരി മല ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ലണ്ടനിലുള്ള ഒരു പ്രത്യേക സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ കൂടുതൽ നമ്മൾ ഫുഡ് ട്രൈ ചെയ്യാനാണ് പോകുന്നത്. ഒരു ഫുഡ് വ്ലോഗ് എന്നൊക്കെ പറയാം. ഇന്ന് എൻ്റെ ഫേവറേറ്റ് ഡേ ആണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വണ്ടി ഒരു ട്യൂബ് സ്റ്റേഷനിൽ ഇട്ടിട്ട് പോണേ. ഇന്നത്തെ യാത്ര മൊത്തം ട്യൂബിലാണ്. ട്യൂബിൽ കുഞ്ഞു കുഞ്ഞു കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. എനിക്ക് ട്യൂബ് യാത്ര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ട്യൂബിൽ നിന്ന് തിരിച്ചെൻ്റെ വീട്ടിലേക്ക് പോകാൻ ഞങ്ങൾക്ക് ബസ്സിൻ്റെ ഒക്കെ ആവശ്യമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ടാക്സിയും ബസ്സൊക്കെ യൂസ് ചെയ്യണേ. അല്ലെങ്കിൽ നല്ലത് ട്യൂബാണ്. നമ്മൾ പെട്ടെന്ന് എത്താൻ നമുക്ക് ക്ഷീണമില്ല. അപ്പോൾ നമുക്ക് ട്യൂബിലെ യാത്രകളും കാണാം. അപ്പോൾ അപ്പോൾ നമ്മൾ പോണ സ്ഥലത്തേക്ക് ഞാനിപ്പോഴും നമ്മുടെ സെൻട്രൽ ലൈനാണ് യൂസ് ചെയ്യാറ്. ഞാൻ സിറ്റി മാപ്പർ എന്ന് പറഞ്ഞ ആപ്പാണ് യൂസ് ചെയ്യാറ്. അപ്പം അതിലാണ് ഞാൻ ഡീറ്റെയിൽസ് എങ്ങോട്ട് പോകേണ്ടതെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എടുക്കാറ്. അപ്പോൾ നമ്മുടെ ട്രെയിൻ വന്നിട്ടില്ല. ഒരു മിനിറ്റും കൂടി ഉണ്ട്, നമുക്ക് കാണാം. നമ്മൾ ട്രെയിൻ വന്നു. ഇതൊരു 13 സ്റ്റോപ്പ് ഉണ്ട് നമുക്ക് നമ്മൾ പോണ സ്ഥലത്തേക്ക്. നമ്മളിപ്പോ പോകുന്നത് ചൈന ടൗണിലാണ്. നമുക്ക് ഇവിടെ നിന്ന് ഒരു 12 സ്റ്റോപ്പ് ഉണ്ട്. സെൻട്രൽ ലൈൻ വഴിയാണ് പോണേ. അവിടെ പോയിട്ട് പലതരം ടൈപ്പ് ഓഫ് ഫുഡും പിന്നെ ഡെസേർട്സും ഇതൊക്കെ കഴിക്കാനുള്ള പ്ലാനിൽ നമ്മൾ പോകണം. ഞാൻ എക്സൈറ്റഡ് ആണ്, നിങ്ങൾ എക്സൈറ്റഡ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ എത്തിക്കുന്നത് ടോട്ടൻഹാം കോർട്ട് റോഡാണ്. ഇവിടെ നമുക്കൊരു ഡിജിറ്റൽ എക്സിബിഷൻ ഒരു സ്ഥലമുണ്ട്. ജസ്റ്റ് ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. അത് നമുക്ക് കാണാറാണ്. ഞങ്ങളൊരു പ്രാവശ്യം ഇവിടെ വന്നതാണ്. നല്ല രസമാണ്. എന്താ പറയുക, നല്ലൊരു മൂഡാണ് അത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒന്നാം ഇവിടെ എനിക്ക് തോന്നുന്നു ഓരോരുത്തരും ഓരോ തീം ഇട്ടാണ്ടാ ചെയ്യുന്നേ. ടോട്ടൻഹാം കോർട്ട് റോഡിൽ ഉള്ള ഒരു ഡിജിറ്റൽ എക്സിബിഷൻ ആണ്. ഇവിടെ എപ്പോഴും ഉണ്ടെന്നാണ് എൻ്റെ ഒരു. ഇതില് പല സ്ക്രീനും വരും. ഇതിപ്പോ ഒരു വിഷ്വലാണ്. വിഷ്വൽ ഇപ്പൊ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമുക്കിവിടെ വേറെ കുറെ സ്ക്രീൻ ഉണ്ട്. ഈ വിഷ്വല് മാറി. എനിക്ക് ഇഷ്ടമുള്ളൊരു വിഷ്വല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഉണ്ടായിരുന്നു ഈ വിഷ്വല്. ഇതിന്റെ ഐഡിയാസ് ഒന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഇതിന്റെ എന്താ ടീം എന്നൊന്നും. I know you're scared, you wanna hide away sometimes. I know you hurt from everyone telling you lies. I bet you just wanna lose your mind. I know you hurt, let it out, just feel it. Let it out, cry it all out to me. When you're down, when your heart stops beating, you got me, you always got me. നമ്മള് ചൈന ടൗണിലേക്ക് നടക്കാണ്. നമുക്ക് ലണ്ടൻ കാഴ്ചകൾ കണ്ടിട്ട് പോവാം. എന്താണോ ഫുഡ് കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ഇറങ്ങുന്നതാണ്. നല്ല സ്മെല്ലുകളും വരുന്നുണ്ട് അവിടെ നിന്ന് ഇവിടുന്ന്. ഞാൻ ഒറ്റയ്ക്കല്ലാട്ടം നടക്കുന്നേ. എന്റെ കെട്ടിയവൻ എന്റെ വീഡിയോ എടുത്ത് നടക്കാതെ ഞാൻ എന്നെ മാത്രം സ്ക്രീനിൽ കാണുന്നുള്ളൂ.
നമ്മളെത്താറ് നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മുടെ ചൈന ടൗണിന്റെ ഉള്ളിൽ കയറിയിട്ടില്ല, പക്ഷെ അതിന്റെ പുറത്ത് സെക്ഷനിലാണ് ലീങ്ഫാങ് യുണൈറ്റഡ് കിങ്ഡമിന്റെ ഫ്രൂട്ട് ആൻഡ് ബബിൾ ടീയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. എനിക്ക് ഫ്ലേവേഴ്സ് ഒന്നും കാണാൻ പറ്റില്ല, അത് അടുത്ത് നോക്കിയിട്ടാണ് നോക്കാൻ. ഇപ്പോൾ ഫസ്റ്റ് ഡ്രിങ്ക്സിന് തുടങ്ങാന്ന് വെച്ചു. അങ്ങനെ നമ്മൾ ചൈന ടൗൺ എത്തി. ചൈന ടൗണിന്റെ ഇതിന്റെ എല്ലാ ഉള്ളിൽ ഈ ഡെക്കറേഷൻസ് ആണ്. എനിക്ക് ഞങ്ങൾ എപ്പോഴും പോണ ഒരു സ്ഥലത്ത് ഞങ്ങൾ എപ്പോഴും പോവാറ്. ഇപ്രാവശ്യം എല്ലാം പുതിയ ട്രൈ ചെയ്യാൻ പോവാ. നമുക്ക് പോയി നോക്കാം. ചൈനക്കാർ കൂടുതലും പോർക്ക് ഉപയോഗിക്കാറുണ്ടെന്നോ. എനിക്ക് ഡെസേർട്സിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണ്ടേ. നമുക്ക് നോക്കാം ഏത് ഡെസേർട്സ് ഒക്കെ ഇവിടെ കിട്ടുന്നത്. നല്ല കടയാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഗൈസ്, ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. നമ്മളിവിടെ വരുമ്പോ കാർഡിന് പകരം ക്യാഷ് ആയിട്ട് വരുന്നത് നല്ലത്. കാരണം മിക്ക കടകളും ക്യാഷ് എടുക്കത്തുള്ളൂ. നമുക്ക് ക്യാഷ് എടുക്കണം. ഇവിടെ ഒരു 2-3 ATMs ഉണ്ട്, നമുക്ക് നോക്കാം. ഞങ്ങളിപ്പോ ഈ നിൽക്കുന്ന ഈ പൊസിഷൻ നിങ്ങൾക്കിപ്പോ നോക്കുകയാണെങ്കിൽ ബെറ്റർഡ് ഇവിടെ തന്നെ ഒരു 3 അൺലിമിറ്റഡ് ഫുഡിന്റെ ചൈനീസ് ഫുഡിന്റെ ഇതുണ്ട്. ആ കാണുന്ന യോങ്ചൻ ഹോട്ട് ബഫറ്റ്, അവിടെ നമുക്ക് അൺലിമിറ്റഡ് ആണ് ഫുഡ്. ഒരാൾക്ക് 14.50 ആണ് പ്രൈസ്. പക്ഷെ ക്യാഷ് കൊണ്ടുപോകണം കേട്ടോ. അതാണ് ഞങ്ങൾക്ക് എന്നും പറ്റാറുള്ള ഒരു അബദ്ധം. ഞങ്ങൾ എന്നും മറക്കും ക്യാഷ് എടുക്കാൻ. അവിടുത്തെ ഫുഡ് നല്ലതാ. കുറെ വെറൈറ്റീസ് ഉണ്ട് അവിടെ. ഏറ്റവും എനിക്ക് ഇഷ്ടം അവിടുത്തെ നൂഡിൽസും പ്രോൺസ്. അവിടെ പ്രോൺസ് ഫ്രൈ ഉണ്ട്. നമുക്ക് പറ്റുകയാണെങ്കിൽ അതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കാണിച്ചു തരാം. ചൈനടൗൺ ഈ സമയത്ത് എപ്പോഴും ഇങ്ങനെ ഒരു പാട്ടുകാരനുണ്ടാവും ഇവിടെ. നമ്മളെ പണ്ടത്തെ പോലെ അല്ല കേട്ടോ. നമ്മളിപ്പോ ATM കാർഡ് വെച്ച് ടാപ്പ് ചെയ്താൽ നമുക്ക് ടിപ്പ് കൊടുക്കാൻ പറ്റുള്ളൂ. 5 രൂപയാണ് മിനിമം ടിപ്പിംഗ് ചാർജ്. ഈ മിസ്റ്റർ പോലും ചൈനീസ് ബഫറ്റ് നമ്മുടെ ബഫറ്റ് ആണ്. അവിടെ 9.95 ആണ്. ഞങ്ങൾ അവിടെ ട്രൈ ചെയ്തിട്ടില്ല. ഞങ്ങൾ എപ്പോഴും പോണ ആ ഒരു യങ്ഷൻ അവിടെ തന്നെ പോവാറ്. നല്ല തിരക്കാണ്. സൺഡേ ആണെന്ന് തിരക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ എനിക്ക് തോന്നുന്നു സമ്മർ സീസൺ ആയതുകൊണ്ട് കുറെ ടൂറിസ്റ്റുകാരുണ്ട്. അപ്പൊ അതിൻ്റെതായ തിരക്കുണ്ട് നന്നായിട്ട്. ഞങ്ങള് ഒരു ചൈന ടൗൺ ബേക്കറിയിൽ കയറി. അപ്പൊ അവിടെ ഞാൻ നോക്കിയ ബണ്ണില്ല. ആ ഒരു കേക്ക്, സ്പഞ്ച് പോലത്തെ കേക്ക്. എനിക്കൊരു പേരറിയില്ല, അവിടെ നോക്കിയിട്ടില്ല. അപ്പൊ ഞങ്ങള് വേറെ ഒരു ചൈന ടൗണിന്റെ ബേക്കറി ഉണ്ട്, അങ്ങോട്ട് നടക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് ക്യാഷ് ആയിട്ട് ഞങ്ങൾ കൊണ്ടുവന്നില്ല. അപ്പൊ ക്യാഷ് കൊടുക്കണം. ഇതാണ് ചൈന ടൗൺ ബേക്കറി. ഇവിടെയാണ് ഞാൻ പോകുന്ന സാധനം ഞാൻ എടുക്കാം. നല്ല ലൈനാണ്.
നല്ല സ്ഥലേ അവര് തന്നെ അത് ഫില്ല് ചെയ്ത് റോസ്റ്റ് ചെയ്ത് വരും. 4 പീസിന് 2.50. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യണം. കുറെ നാൾക്ക് ശേഷം എനിക്ക് എന്നോട് പറഞ്ഞിട്ട് എനിക്ക് വരച്ചിട്ടുണ്ട്. താങ്ക് യു. ഒരു മീനിന്റെ ഷേപ്പില് ഉള്ളിൽ എനിക്ക് തോന്നുന്നു കസ്റ്റാർഡാന്ന് തോന്നുന്നു. നല്ല ചൂടാവുണ്ട്. ഞാൻ ഊതി ഊതി കഴിക്കും. വലിയ മധുരമില്ല, കുഴപ്പമില്ല. നമ്മള് പൈസ എടുക്കാൻ പോവാ. ഞങ്ങളത് എടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ മറന്നുപോയി. അപ്പൊ പൈസ എടുത്ത് ഇവിടെ ഒരു 2 ഐറ്റം എനിക്ക് ട്രൈ ചെയ്യണമെന്ന് ഞാൻ കുറെ നാളായിട്ട് വിചാരിക്കുന്ന സാധനമുണ്ട്. ഒരു ബബിൾ ടീ ട്രൈ ചെയ്യണം. പിന്നെ ഒരു ടൈപ്പ് ഓഫ് ചിക്കൻ, ഗുഡ് ഫ്രൈഡ് ചിക്കനോ അങ്ങനെ എന്തൊരു സംഭവം ഉണ്ട്. അത് പലരുടെയും കയ്യിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പലരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. KFC-യേക്കാളും ഡബിൾ ടേസ്റ്റ് ആണ് ബിഗ് ചിക്കനേക്കാളും. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്യണം. അതിന് മുമ്പ് പൈസ എടുക്കണം. ബാ, ഇതാണ് ആ ചിക്കന്റെ കട. പക്ഷെ അതിന് മുമ്പ് നമുക്ക് പൈസ എടുത്തിട്ട് വരാം. ബാ, ഇപ്പൊ ക്രെപ്പ് കഴിക്കാം. ക്രെപ്പ് എന്തൊരു മാവ് ഒഴിച്ചു. അതില് മുട്ട, 2 മുട്ടയാണ് അവര് സ്പ്രെഡ് ചെയ്യണേ. അതിന്റെ അപ്പുറത്ത് കിടക്കുന്നതിൽ എന്തോ സ്പൈസി സോസ്, എന്തോ സ്പൈസി സോസ്, ഇതൊക്കെ എന്തോ സോസ്. ഇതില് കുറച്ച് കൊറിയാണ്ടർ ഇട്ടു. പപ്പടം പോലെ എന്തൊരു സാധനം. ഇവര് എല്ലാം കഴിഞ്ഞ് വരുമ്പോ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടാണ് കാണുന്നത്. ഞാൻ ഇൻസ്റ്റയില് കണ്ടിട്ടാട്ടെ ഇതിപ്പോ ട്രൈ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവുന്ന ഒരു ഐഡിയ ഇല്ല. ഇത് ഈ കട എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങള് ചൈന ടൗണിൽ വന്നിട്ട് KFC, ചൈന ടൗണിന്റെ സൈഡിലുള്ള ഒരു KFC എവിടെയാ, അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടത്. ഞങ്ങളിപ്പോ വാങ്ങിച്ചത് ചൈനീസ് ടെപ്പാസ് ഹൗസിന്റെ ചൈനീസ് ക്രെപ്പാണ്. ഞങ്ങള് സോസേജ് എക്സ്ട്രാ ടോപ്പിംഗ് ആയിട്ട് സോസേജ് എടുത്താണ്. നല്ല ചൂടാണ്, അത്യാവശ്യം നല്ല ഹെവിയാ. ഇത് കഴിക്കണമെന്നുണ്ട് ഞാൻ ഇത്തിരി. ഒരു പ്രത്യേക ടേസ്റ്റ്. ചൈനീസ് ക്രെപ്പിന്റെ ഒരു മുക്കാലും കഴിച്ച് ഞങ്ങൾ തീർത്തു രണ്ടുപേരും കൂടി. ഇതിലിപ്പോ മുട്ടയുടെയും ആ ഒരു ക്രിസ്പിനെസ്സും ഒരു തരം സോസേജിന്റെ ഒരു എരിവും എല്ലാം കൂടി നല്ല രസമുണ്ട്. നമ്മള് ഡൽഹിയില് എഗ് റോള് കഴിക്കില്ലേ, അതിന് അത്ര വലിയ, അവിടെ ഇത്തിരി കൂടി സ്പൈസിയാ. ആ ഒരു ഫീലിംഗ് വരുന്നു ഇപ്പൊ. അവര് മല്ലിയില ഇട്ടിട്ടുണ്ട്. അത് എനിക്ക് ആ ഫ്ലേവർ നല്ല ഇഷ്ടമാണ്. നല്ല രസമുണ്ട്. ടൗണിലെ ഗുഡ് ഫ്രൈഡ് ചിക്കന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കണേ. അതിന്റെ തൊട്ടപ്പുറത്തുനിന്ന് ഞാൻ മറ്റേ ക്രെപ്പ് വാങ്ങിച്ച എന്റെ വയറിപ്പോ പറയേണ്ട കഷ്ടമുണ്ടെന്ന്. ഇതിൽ കുറെ ടൈപ്പ് ഉണ്ട്. ഗിസാർഡ്, പോപ്കോൺ, വോൾക്കാനിക്. ഇതായത് ഞാൻ പോപ്കോൺ ട്രൈ ചെയ്യാന്ന് വെച്ചിട്ടാ. എന്റെ വയറ് പതക്കെ തിന്നു എന്ന് പറയണ്ടാവും. നല്ല രസം ഇവിടെ നടക്കാൻ. ആ ഒരു ചൈനീസ് സ്മെല്ല്, ഒച്ചയും ബഹളവും. പലരും ഫുഡ് കഴിക്കുന്നു, പലരും പാർട്ടിക്ക് കയറാൻ നിൽക്കുന്നു. ഞങ്ങളിപ്പോ ബൺ ഹൗസിന്റെ മുമ്പിൽ നിൽക്ക. നിങ്ങള് ക്യൂ കാണുന്ന അറിയാം. അതിന്റെ പ്രയോറിറ്റി എന്താണ്, അതിന്റെ എല്ലാരും അറിയണതിന്റെ ഒരു ഇത്. ഇവിടെ ഒരു 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 ബണ്ണുണ്ട്, അതിന്റെ ഉള്ളിൽ ഒരു മഞ്ഞ സാധനം, എനിക്ക് തോന്നുന്നത് കസ്റ്റാർഡാണ്. അപ്പൊ അത് അങ്ങനെ ഞാൻ നിൽക്കുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ്. ആദ്യം വേറെ എന്തൊക്കെയോ ഉണ്ട്, എനിക്ക് അറിയത്തില്ല. ഞാൻ കസ്റ്റാർഡ് ബണ്ണ വാങ്ങിയേ. ഒരെണ്ണം വാങ്ങിയല്ലോ, ട്രൈ ചെയ്തിട്ട് പിന്നെ വേണമെങ്കിൽ വാങ്ങാലോ. നല്ല സോഫ്റ്റാ. നല്ല രസമുണ്ട് കാണാൻ. ഞങ്ങളിപ്പോ അൺലിമിറ്റഡ് കഴിക്കാൻ പോവാ. ഡെസേർട്ടുകൾ കുറച്ച് കഴിച്ചു. ഫുള്ള് കഴിച്ചു കഴിഞ്ഞാൽ വയറ് നിറയും. അതുകൊണ്ട് ഇതൊക്കെ ട്രൈ ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ. ഇവിടെ ക്യാഷ് എടുക്കുള്ളൂ, അൺലിമിറ്റഡ് ആണ്. വാ, കയറി നോക്കാം.
ഞാൻ ആദ്യം ഫ്രൈഡ് നൂഡിൽസ്, പിന്നെ കുറച്ച് സ്വീറ്റ് സോർ ചിക്കൻ, പിന്നെ എനിക്ക് ഇഷ്ടമുള്ളത് പ്രോൺസും പിന്നെ ബീഫാണ്. ഇത് ഇവരുടെ സ്റ്റൈല് സോസ് ഒക്കെ ഉള്ളത്, അത് ടേസ്റ്റാണ്. ഇതാണ് എൻ്റെ മെയിൻ ഐറ്റം. ഒന്നും തോന്നരുത് കേട്ടോ. ഇതെന്താ? ഇത് ഫിഷാണ്. ഫിഷ് എന്റെ കയ്യിൽ ബീൻ സ്പ്രൗട്ട്സ്. നിറച്ച സാധനം തന്നെ കളിയാക്കരുത്. അൺലിമിറ്റഡ് ഫുഡാണ് ഇവിടെ. ഞാനിവിടെ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ഇല്ല. ഞാൻ മിക്കപ്പെട്ടവും വരുന്നത് ഇങ്ങോട്ടാണ്. ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇനി കഴിക്കണമെങ്കിൽ വീണ്ടും പോയിട്ട് നമുക്ക് എടുക്കാം. ഞാൻ ഇതാ പോയിട്ട് ഏറ്റവും കൂടുതൽ എടുക്കാറ്. കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് പ്രോൺസിന്റെ ക്രാക്കേഴ്സ്, ജെല്ലി, ഫ്രൂട്ട്സ്, അങ്ങനെ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അതൊന്നും കാണിച്ചു തരാം. അങ്ങനെ തന്നെ വയറൊക്കെ നിറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിപ്പോ രാത്രി ഒരു 9:30 ആയി ഇവിടെ. അപ്പൊ ചെറിയൊരു കാറ്റ്, ചെറിയൊരു മ്യൂസിക് എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ പോവാണ്. But I only have two hands. Hope I get a chance to travel the world. I don't have. ഞങ്ങൾ രാത്രി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ചൈന ടൗണിൽ കൂടെ. ആഹാ, നല്ല രസം. ഞങ്ങൾ കുറെ ഫോട്ടോ എടുത്തു, ഞങ്ങൾ കുറെ ഫുഡ് കഴിച്ചു, ഞങ്ങൾ കുറെ മധുരം കഴിച്ചു. ഇവിടെ ഇനിയും ട്രൈ ചെയ്യാനുണ്ട്, പലതും ട്രൈ ചെയ്യാനുണ്ട്. പക്ഷെ എന്റെ വയറിന് ഇത്രയും കപ്പാസിറ്റികൾ, ഇത്രയും ഞാൻ കഴിച്ചു. എനിക്ക് ബബിൾ ടീ ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുപോലെ വേറെ ഐറ്റം കൂടി എനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഒരു തരം കേക്ക്. അപ്പൊ എന്തെങ്കിലും നെക്സ്റ്റ് ടൈം ഒരു വർഷം എല്ലാം വരുമ്പോ ഞാൻ ട്രൈ ചെയ്യാം. നല്ലതാണെങ്കിൽ ഞാൻ അറിയിക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ ഇടാം. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. വയറ് നിറഞ്ഞോണ്ടാന്നോടെ എനിക്ക് മിണ്ടാൻ പറ്റുന്നില്ല.